വയനാട് വാഗേരിയിലെ കടുവ കൂട്ടിൽ കൂടല്ലൂർ കോളനി കവലയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവയെ ജീവനോടെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് നാട്ടുകാർ. സ്ഥലത്ത് പ്രതിഷേധം ശക്തമാണ്. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, കടുവ കുടുങ്ങിയിട്ടുണ്ട്, പക്ഷേ അവിടെ പ്രതിഷേധവും തുടരുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. വലിയ ആശങ്കയ്ക്ക് വിരാമിട്ടാണ് ഇപ്പോൾ കടുവ വെളിയിൽപ്പെട്ടത്. ആദ്യം വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കയറിയത്. നേരത്തെ തന്നെ ഇവിടെ ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല സ്ഥലത്തും കടുവയെ നാട്ടുകാർ കാണുകയും സമീപത്തെ സാബു എന്നയാളുടെ വീടിന്റെ സമീപത്തുള്ള കോഴി ഫാമിൽ അതോടൊപ്പം തന്നെ ഈ വീടിന് 5 കിലോമീറ്റർ മാത്രം അകലെ ഒരു പശുവിനെ പിടികൂടിയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഈ പശുവിനെ ഒന്ന് ഭക്ഷിക്കാൻ ഇതിനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കൂട്ടിൽ ഏതെങ്കിലും ഒന്നിൽ കടുവ കയറുമെന്നൊരു പ്രതീക്ഷ വനവകുപ്പിൽ ഉണ്ടായിരുന്നു. ഏതായാലും അത് ഫലം കണ്ടു. അല്പസമയം മുൻപ് ഈ കൂട്ടിലേക്ക് കടുവ കയറുകയും ചെയ്തു. എന്നാൽ അത് തുടർന്നാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കോളനി കവല എന്ന് പറയുന്ന കൂടല്ലൂരിലെ ഒരു കാപ്പിത്തോട്ടത്തിൽ ആദ്യം സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കയറിയത്. ഇവിടെ നിന്ന് വനംവകുപ്പ് പ്രത്യേക സജ്ജീകരിച്ച കൂട്ടിൽ കയറ്റി അതിനെ കൊണ്ടുപോകുന്നത് ഇവിടെ നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോകണം, അതിനെ വെടിവെച്ച് കൊല്ലാതെ കൊണ്ടുപോകരുത്, അതിനെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. ഒരാളുടെ കൊലപാതകത്തിന് കാരണമായതാണ് സംഭവം. അത്തരത്തിലൊരു വലിയ പ്രതിഷേധം ഇവിടെ ഉടലെടുക്കുകയും നിരവധിയായിട്ടുള്ള നാട്ടുകാർ ഈ മേഖലയിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ്. പോലീസ് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏത് വിധത്തിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുകയാണ്. കാര്യം ഈ സ്ഥലത്ത് നിന്ന് പോകാനുള്ള ഏക വഴി നാട്ടുകാർ ഉപരോധിച്ചിരിക്കുകയാണ്, വഴി തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഈ സമരക്കാരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ഇവരുമായി ചർച്ച ചെയ്തൊരു തീരുമാനത്തെത്തുകയോ ചെയ്തതിനു ശേഷമായിരിക്കും ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കുക. ഏതായാലും വനംവകുപ്പ് അതിനായി കാത്തിരിക്കുകയാണ്. ഉന്നത പോലീസ് അധികാരികൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമായും ബത്തേരി ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അവർ നാട്ടുകാരോട് സംസാരിക്കുകയാണ്. ഒരു അനുനയ നീക്കമെന്ന രീതിയിലുള്ള സംസാരം ഇവിടെ നടക്കുകയാണ്. എന്നാൽ ജനങ്ങൾ അക്കാര്യങ്ങൾ സമ്മതിക്കുന്നില്ല. ഇവിടെ നിന്ന് ഇത്തരത്തിൽ ജീവനോട് പിടിച്ച് ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന ഒരു ശക്തമായ നിലപാടിലേക്ക് തന്നെ നാട്ടുകാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് നാട്ടുകാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ഈ കാപ്പിത്തോട്ടത്തിന് മുൻപിൽ റോഡിൽ അവർ വിലയുറപ്പിച്ചിരിക്കുകയുമാണ്. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. കടുവയെ കൊണ്ടുപോകാനാവില്ല എന്ന മുദ്രാവാക്യത്തിലൂടെ അറിയുന്നു. എന്തായാലും ആ രീതിയിലൊരു പ്രതിഷേധം ഇവിടെ നിലനിൽക്കുകയാണ്. കടുവയെ സംബന്ധിച്ച് നേരത്തെ കടുവ വനംവകുപ്പ് സെൻസസിൽ ലിസ്റ്റ് ചെയ്ത കടുവയാണ്. ഏതാണ്ട് 14 വയസ്സോളം പ്രായമേറിയ ഒരു കടുവയാണ്. അതുകൊണ്ട് തന്നെ ശാരീരിക ആവശ്യതകളോ മറ്റോ കാരണമാണ് ഈ വനയോര ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി ഇത് വളർത്തുമൃഗങ്ങളെയും പിടിക്കാൻ ശ്രമിക്കുകയും ഒരാളുടെ മരണത്തിൽ തന്നെ കാരണമാവുന്ന രീതിയിലേക്ക് നീങ്ങിയത് എന്നുമാണ് വനവകുപ്പിന്റെ നിഗമനം. WWL 45 എന്ന് വനംവകുപ്പ് കഴിഞ്ഞ സെൻസസിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കടുവയാണ് ഈ നരഭോജി കടുവയായി ഇപ്പോൾ മാറിയത് എന്നാണ് വനവകുപ്പ് പറയുന്നത്. ആ കാര്യം സംബന്ധിച്ച് നേരത്തെ തന്നെ സ്ഥിരീകരണമെല്ലാം വന്നിരുന്നു. ഏതായാലും കടുവയെ പിടികൂടിയത് ഒരു വലിയ ആശ്വാസമാകുന്നു എങ്കിലും പ്രദേശത്ത് നിലനിന്നിരുന്ന വലിയൊരു ആശങ്കയും ഭീതിയും എല്ലാം അതേപോലെ ശക്തമായ ഒരു പ്രതിഷേധമായി ഈ ഗ്രാമത്തിൽ മാറിയിരിക്കുകയാണ്.